ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പ്രണയത്തെക്കുറിച്ചാണ്. പ്രണയം വളരെ മനോഹരമായ ഒരു വികാരമാണ് പ്രണയം, അല്ലേ? ശരിക്കും പറഞ്ഞാൽ പ്രണയിക്കാൻ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരുമില്ല. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന പ്രണയം എന്ന് പറയുന്നത് ഭാര്യയുടെയും ഭർത്താവിന്റെയും ഇടയിലുള്ള പ്രണയത്തെക്കുറിച്ചാണ്. ശരിക്കും പറഞ്ഞുണ്ടല്ലോ, കല്യാണം കഴിച്ചിട്ട് ആദ്യം ഒരു സമയത്തൊക്കെ ഭയങ്കര സ്നേഹമായിരിക്കും രണ്ടാളും കൂടി. ഒന്നിച്ചു പോകുന്നു, ഒന്നിച്ചുടങ്ങുന്നു, ഒന്നിച്ചുറങ്ങുന്നു, ആരെന്ത് പറഞ്ഞാലും സാധിച്ചു കൊടുക്കുന്നു ഒക്കെ ചെയ്യും. പക്ഷേ കുറച്ച് ജീവിതം മുന്നോട്ട് പോകുന്നതനുസരിച്ച് ഈ പ്രണയം നഷ്ടപ്പെട്ടു പോവുക ചെയ്യുന്നത്. അവിടെ മുതലാണ് ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നതെന്ന് വേണം പറയാൻ. യഥാർത്ഥത്തിൽ പറഞ്ഞാണ്ടല്ലോ, ഈ ജീവിതത്തിൽ ഏറ്റവും ഹാപ്പി ആയിട്ട് ലൈഫ് ലോങ് ഹാപ്പി ആയിട്ട് ഇരിക്കണമെങ്കിൽ, അതായത് ഒരു ദാമ്പത്യ ജീവിതം ലൈഫ് ലോങ് ഹാപ്പി ആയിട്ടിരിക്കണം എന്നുള്ള എങ്കിൽ ഒറ്റ ട്രിക്ക് മാത്രമേ ഉള്ളൂ, ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ. എന്താണ്? പ്രണയം അത് ജീവിതകാലം മുഴുവൻ സൂക്ഷിക്കുക, അത് മനസ്സിൽ തന്നെ നിലനിർത്തുക. എന്നാ ചോദിക്കും, അങ്ങനെ പറ്റുന്ന ഒരു കാര്യമാണോ? ജീവിതത്തിൽ എപ്പോഴും പ്രണയിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ എന്നല്ലേ? ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പറ്റുമെന്നുണ്ടെങ്കിൽ അതാണ് ലൈഫിലെ ഏറ്റവും വലിയ സക്സസ് എന്ന് പറയുന്നത്. കാരണം കൂടുതൽ ആൾക്കാരും ജീവിതത്തിൽ തുടങ്ങുന്ന ആ ഒരു സമയത്ത് തന്നെ ഈ ഒരു പ്രണയിച്ചങ്ങ് തീർക്കും. ഒന്നുകിൽ കല്യാണത്തിന് മുന്നേ മുതൽ പ്രണയിച്ചു തുടങ്ങും, കല്യാണം കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് ഒരു കൊല്ലത്തിനുള്ളിൽ അതങ്ങോട്ട് ഫിനിഷ് ചെയ്യും, അല്ലെങ്കിൽ കല്യാണം കഴിച്ച് കഴിയുമ്പോൾ പ്രണയിച്ചു തുടങ്ങും. എങ്ങനെയായാലും ഒരു കൊല്ലത്തിനുള്ളിൽ ആ ഒരു സംഭവം അങ്ങോട്ട് ക്ലോസ് ചെയ്യും. അതുകൊണ്ടാണ് പല ബന്ധങ്ങളിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്. ശരിക്കും പറഞ്ഞാലോ അങ്ങനെയല്ല വേണ്ടത്. നമ്മൾ ആ ഒരു ലൈഫ് ലോങ് ആ ഒരു പ്രണയം നമ്മളുടെ മനസ്സിൽ നിലനിർത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും സൂപ്പർ എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് സാധിക്കുന്നതെന്നല്ലേ? ശരിക്കും പറഞ്ഞാൽ പരസ്പരം അംഗീകരിക്കാൻ ഒരു മനസ്സുണ്ടാവണം, പരസ്പരം ഒന്ന് സ്നേഹിക്കാൻ ഒരു മനസ്സ്. ഞാൻ നിന്റെ മേലെയാണ് അല്ലെങ്കിൽ നീ എൻ്റെ താഴെയാണ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് ഒഴിവാക്കിയിട്ട് ഈ ഭാര്യ എന്ന് പറയുന്ന ആ വ്യക്തി, അവർക്ക് ഒരു വ്യക്തിത്വം ഉണ്ട്, അവർക്കും ഒരു മനസ്സുണ്ട്, അവരുടെ അംഗീകാരം കൊതിക്കുന്ന ഒരു മനസ്സ് അവരിലും ഉണ്ട് എന്നൊരു ഭർത്താവ് മനസ്സിലാക്കുകയാണെങ്കിൽ ആ ഒരു ലൈഫിൽ സന്തോഷം ഉണ്ടാവും. തിരിച്ചും അതുപോലെ തന്നെയാണ്. എൻ്റെ ഹസ്ബൻഡ് എന്ന് പറയുന്ന വ്യക്തി, പല സ്ത്രീകൾക്കും ഹസ്ബൻഡ് എന്നത് ഒരു സ്വാർത്ഥതയാണ്. അങ്ങനെയല്ല. ഹസ്ബൻഡ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്. എൻ്റെ ഹസ്ബൻഡ് ആവും മുമ്പ് അദ്ദേഹം ഒരു മകനായിരുന്നു, അദ്ദേഹം ഒരു സഹോദരനായിരുന്നു, അങ്ങനെ പലതുമായിരുന്നു. അദ്ദേഹത്തിൻ്റെതായ താല്പര്യങ്ങളുണ്ട്, അദ്ദേഹത്തിന് കൊടുക്കേണ്ടുന്ന ബഹുമാനം ഞാൻ കൊടുക്കണം എന്നൊക്കെ ഒരു ഭാര്യ വിചാരിച്ചാലും എന്ത് സംഭവിക്കും? ആ ഒരു ബന്ധം സ്മൂത്ത് ആയിട്ട് തന്നെ പോകും, അല്ലേ? ശരിക്കും ഈ ലോകത്തിലെ ഏറ്റവും മനോഹരമായ ബന്ധം എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? ഏറ്റവും ശക്തമായ ബന്ധം ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധമാണെന്നേ ഞാൻ പറയത്തുള്ളൂ കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ലോകത്തിലെ എല്ലാവരും പറയും ഏറ്റവും ഉദാത്തമായ ബന്ധം അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധമാണെന്ന്. ശരിക്കും ഒന്ന് ആലോചിച്ച്, ശരിക്കും അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധത്തിന് അത്രയ്ക്ക് ഗാഢതയുണ്ട്. അതൊരു പരമമായ സത്യം തന്നെയാണ്. പക്ഷേ നിങ്ങൾ ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നിങ്ങൾ ഓരോരുത്തരും ഒരു കുഞ്ഞായിരുന്നു, ഞാനും ഒരു കുഞ്ഞായിരുന്നു, അല്ലേ? ഞാൻ എൻ്റെ അമ്മയുടെ മടിത്തട്ടിൽ പാല് കുടിച്ച് അമ്മയുടെ കൈ പിടിച്ച് നടന്ന ഒരു ചെറിയ കുഞ്ഞായിരുന്നു ഞാനും. നിങ്ങളെല്ലാവരും അതെ. പക്ഷേ അന്ന് അമ്മയോടുണ്ടായിരുന്ന അത്രയും അറ്റാച്ച്മെന്റ് ഇന്നുണ്ടോ? അമ്മയ്ക്ക് നമ്മളോടുണ്ടോ? ഇല്ല എന്നുള്ളതാണ് സത്യം. ആ കുഞ്ഞ് വളർന്നു വലുതാകും, കുഞ്ഞിന്റെ ജീവിതത്തിലേക്ക് മറ്റു പല ആൾക്കാർ കടന്നു വരും, കുഞ്ഞ് പല പല മേഖലകളിലേക്ക് പോകും. അപ്പോൾ കുഞ്ഞിന്റെ മാനസികാവസ്ഥ മാറി, അമ്മയുടെ മാനസികാവസ്ഥയും മാറി. അവിടെ എന്താണ്? അമ്മയുടെയും കുഞ്ഞിന്റെയും മനസ്സിൽ കുഞ്ഞ് എത്ര വലുതായാലും അമ്മയ്ക്ക് എപ്പോഴും കുഞ്ഞ് തന്നെയാണ്. പക്ഷെ അമ്മയുടെ മനസ്സിൽ ആ സ്നേഹം എന്നും ഉണ്ടാവും. എങ്കിൽ പോലും എന്തായി? അവിടെ ഒരു ഡിസ്റ്റൻസ് വന്നു. അതുപോലെ തന്നെയാണ് സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധത്തിലും ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത്. എത്ര കളിച്ച് സ്നേഹിച്ച് വളർന്നാലും ഒരു ടൈം എത്തുമ്പോൾ അതിലും സ്പ്ലിറ്റ് ഉണ്ടാവും. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരു ഭാര്യയും ഭർത്താവും അവരൊന്നാവുന്ന നിമിഷം മുതൽ അവരിൽ രണ്ടുപേരിൽ ഒരാൾ ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു നിമിഷം വരെയും അവർക്ക് ഒന്നായി തന്നെ ഇരിക്കാൻ പറ്റും. ചിലർ അങ്ങനെ അല്ലാതായി പോകുന്നവരുണ്ടാകാം, അവരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത് കേട്ടോ. ശരിക്കും ഏത് തരത്തിൽ വേണമെങ്കിലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് പാർട്ട്ണർ തന്നെയാണ്. അല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നമുക്ക് ഭർത്താവായി കാണാം, കാമുകനായി കാണാം, സഹോദരനായി കാണാം, ടീച്ചറായി കാണാം, തിരിച്ചും അതുപോലെ തന്നെ, അല്ലേ? എല്ലാ രീതിയിലും നമുക്ക് കാണാം. നമുക്ക് സ്നേഹിക്കണമെന്ന് തോന്നുമ്പോൾ സ്നേഹിക്കാം, ദേഷ്യപ്പെടണമെന്ന് തോന്നുമ്പോൾ ദേഷ്യപ്പെടാം.
പ്രണയിക്കണമെന്ന് തോന്നുമ്പോൾ പ്രണയിക്കാം, എല്ലാം ചെയ്യാൻ പറ്റും, എങ്ങനെയും പെരുമാറാൻ പറ്റും. എല്ലാം നമ്മളുടെ കയ്യിൽ നിന്ന് വരുന്ന തെറ്റ് നമ്മളുടെ പാർട്ട്ണർ നമ്മളോട് ക്ഷമിക്കുന്നത് പോലെ വേറൊരാളും ക്ഷമിക്കുകയില്ല. അപ്പോ ഏതാണ് ഏറ്റവും ഉദാത്തമായ ബന്ധം? നമുക്ക് വേറൊരു ബന്ധത്തിലും ഇത്രയും സ്വാതന്ത്ര്യം കിട്ടില്ല. കിട്ടുവോ? അമ്മയോട് കാണിക്കുന്ന സ്വാതന്ത്ര്യം, മക്കളോട് കാണിക്കുന്ന സ്വാതന്ത്ര്യം, സഹോദരങ്ങളോട് കാണിക്കുന്ന സ്വാതന്ത്ര്യം, എല്ലാത്തിനും ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. അവരുടെ കാര്യങ്ങളിലൊക്കെ നമുക്ക് ഇടപെടാൻ പറ്റുന്നതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഇവിടെ അതൊന്നുമില്ല, ഒരു ലിമിറ്റേഷനും ഇല്ല. വേണമെങ്കിൽ രണ്ടടി കൊടുക്കണമെങ്കിൽ അതും കൊടുക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും. നീ തല്ലരുത് കേട്ടോ, ഞാൻ വെറുതെ പറഞ്ഞതാണ്. അപ്പൊ അത്രയും ശക്തമായ ഒരു ബന്ധത്തിൽ എന്തിനാ വെറുതെ തല്ലി മഴക്കിടുന്നത്? തല്ലി മഴക്കിടുന്നവർ ഒരു കാര്യം ഓർക്കണം കേട്ടോ. ശരിക്കും പറഞ്ഞാണ്ടല്ലോ, ഈ നമ്മളെ ഒരു പ്രായമായി കഴിഞ്ഞിട്ട് കിടപ്പാവുന്ന ഒരു ടൈമൊക്കെ വരും നമുക്ക്. ആ ഒരു സമയത്ത് പരസ്പരം ഈ ഭാര്യയ്ക്ക് ഭർത്താവും ഭർത്താവിന് ഭാര്യയെ മാത്രമേ കാണത്തുള്ളൂ. അതിനൊരു എക്സാമ്പിൾ, എന്റെ വീട്ടിൽ തന്നെ എന്റെ ഹസ്ബൻഡിന്റെ അച്ഛൻ കിടപ്പായ ഒരു സമയത്താണ് ശരിക്കും ഈ ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിന്റെ ഒരു ആഴം എനിക്ക് മനസ്സിലാവുന്നത്. എനിക്ക് അപ്പോഴാണ്. എന്താന്ന് വെച്ചാൽ ശരിക്കും അച്ഛൻ അമ്മയെ അത്യാവശ്യം നല്ലോണം ഉപദ്രവിച്ചൊക്കെയാണ് അവരുടെ ഒരു ചെറുപ്പകാലം ജീവിച്ചു വന്നത്. അച്ഛൻ കിടപ്പായ ഒരു ടൈമിലുണ്ടല്ലോ, അച്ഛനെ ഞങ്ങൾ എല്ലാരും നോക്കുന്നുണ്ട്. അച്ഛന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെന്ന് ചെയ്തു കൊടുക്കും. എന്നെ അച്ഛന്റെ കാര്യം ചെയ്തു കൊടുത്തു, അച്ഛനെ നമ്മൾ പോന്നു. പക്ഷെ അമ്മ എന്ന് പറയുന്ന വ്യക്തി, അതായത് അച്ഛന്റെ ഭാര്യ എന്ന് പറയുന്ന വ്യക്തി, ഫുൾ ടൈം ഊണിലും ഉറക്കത്തിലും എല്ലാത്തിലും അച്ഛന്റെ ഒപ്പമുണ്ട്. അച്ഛന്റെ എല്ലാ ബുദ്ധിമുട്ടുകളിലും കൂടെ ഇരിക്കുന്നത് അമ്മ മാത്രമാണ്, അതായത് അച്ഛന്റെ ഭാര്യ. അപ്പൊ അച്ഛനാണെ കട്ടിലെ കിടന്ന് അപ്പിയിടും, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ അമ്മയും അപ്പോഴും ആ ഒരു സമയത്ത് പോലും അച്ഛന്റെ ഒപ്പമാണ് അമ്മ ഉറങ്ങിയത്. അച്ഛന്റെ എല്ലാ നിർബന്ധങ്ങളും, അച്ഛൻ ഒരുപാട് വാശിയും ദേഷ്യവും ഒക്കെ ഉണ്ടായിരുന്നു. അതിനെല്ലാം സഹിച്ചത് ശരിക്കും പറഞ്ഞാൽ അമ്മ തന്നെയാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഭാര്യയ്ക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അത്. മറ്റാർക്കും അത്രയും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഏറ്റവും ഉദാത്തമായ ബന്ധം എന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ ജീവിക്കണം നല്ലതായിട്ട്. എങ്ങനെയാ? അടിയിട്ട് വഴക്കിട്ട് ജീവിക്കുന്ന കാര്യമല്ല പറഞ്ഞത്. ലൈഫ് ലോങ് ഭയങ്കര ഹാപ്പി ആയിട്ട് ഭയങ്കര സന്തോഷത്തോടു കൂടി ജീവിക്കുക. അതിന് വേണ്ടുന്ന ഏറ്റവും നല്ല ടിപ്പ് എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിക്കുക, ബഹുമാനിക്കുക എന്നുള്ളത് തന്നെയാണ്. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് നമ്മളുടെ പാർട്ട്ണറെ കുറ്റം പറയാതിരിക്കുക. അവർക്ക് ഒരുപാട് തെറ്റുകൾ ഉണ്ടായിരിക്കും. അത് അവര് മാത്രം, നിങ്ങൾ മാത്രമുള്ള ഒരു സമയത്ത് മാത്രം അത് പറഞ്ഞ് തിരുത്താനായിട്ട് ശ്രമിക്കാം. പലരും ചെയ്യുന്ന ഒരു കാര്യമാണ് പാർട്ട്ണറെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചിട്ട് ഇൻസൾട്ട് ആക്കുക, അവരുടെ കുറ്റങ്ങൾ പറയുക. അതിലെന്തോ ഒരു വലിയ കാര്യം എന്തോ ചെയ്ത ഒരു ഫീലാണ് ഉണ്ടാവുന്നത്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ അല്ല കേട്ടോ, അങ്ങനെ ചെയ്യാനേ പാടില്ല. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ശരിക്കും ആ പാർട്ട്ണറുടെ മനസ്സിൽ ആ ഹസ്ബൻഡിനോട് അല്ലെ വൈഫിനോട് ഒരു നെഗറ്റീവ് ഫീല് ഉണ്ടാവുകയാണ്. അവര് പിന്നെ എത്ര സ്നേഹിച്ചെന്ന് പറഞ്ഞാലും എപ്പോഴെങ്കിലും ഒക്കെ എന്ത് ചെയ്യും? ഇതിൻ്റെതായിട്ടുള്ള വിസ്ഫോടനങ്ങൾ ഇങ്ങനെ ലൈഫിൽ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ആ ഒരു സ്വഭാവം ഉള്ളവരാണെങ്കിൽ അത് നിർത്തുക. അതുപോലെ തന്നെ അംഗീകരിക്കുക. ഒരു കാര്യം പറയുമ്പോൾ അതിന് ഒരു വാല്യൂ കൊടുക്കാത്ത ഒരുപാട് പേരുണ്ട്. ശരിക്കും ഞാൻ ഒത്തിരി പേരെ അങ്ങനെ കണ്ടിട്ടുണ്ട്. വൈഫ് എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോഴത്തേക്കും അതിനൊരു വിലയില്ലാതെ കാണുന്ന ഒരുപാട് ആൾക്കാരെ പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയല്ല, ഓരോ വ്യക്തികളും അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു മനോഭാവം ഉണ്ടായിരിക്കും, അവരുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കും, അവരുടേതായ കാഴ്ചപ്പാടുകൾ ഉണ്ടായിരിക്കും, അല്ലെ? ഈ ഭാര്യ എന്ന് പറയുന്നത് ഒരു വ്യക്തി തന്നെയാണ്. അവരുടെ മനസ്സിൽ അവരൊരു ഭാര്യ ആയതുകൊണ്ട് അവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ല എന്നൊന്നുമില്ല. ഞാൻ ഈ സ്ത്രീകളെ മാത്രം പറയുവാണെന്ന് വിചാരിക്കരുത്, സപ്പോർട്ട് ചെയ്ത് പറയുവാണെന്ന് ആരും വിചാരിക്കരുത്. കൂടുതലും അനുഭവിക്കുന്നത് സ്ത്രീകളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ഭർത്താക്കന്മാർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്നു മുതൽ നിങ്ങളുടെ ഭാര്യയ്ക്കും ഒരു മനസ്സുണ്ട്, അവർക്കും അംഗീകാരം അവർ ആഗ്രഹിക്കുന്നുണ്ട്, അവർക്കും ഒരു സപ്പോർട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കി ഒന്ന് പെരുമാറിയാലുണ്ടല്ലോ, ജീവിതം സ്വർഗമാകാൻ അല്ലെങ്കിൽ വീട് സ്വർഗമാകാൻ വേറെ ഒന്നിന്റെ ആവശ്യമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ജീവിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും ഭയങ്കര ഹാപ്പി ആയിട്ട് പ്രണയത്തോടുകൂടി ജീവിക്കുക. ആ ഒരു ജീവിതത്തിനുണ്ടല്ലോ ഭയങ്കര സൗന്ദര്യമാണ്, ഭയങ്കര ഹാപ്പിനെസ് ആണ്. അത് അനുഭവിച്ചാൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ. അതുകൊണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇന്ന് മുതൽ ലൈഫ് ഈ രീതിയിലേക്ക് ഒന്ന് ട്രാൻസ്ഫോം ചെയ്ത് നോക്കുക. അതിനുശേഷം ലൈഫിൽ എന്ത് മാറ്റം വന്നിട്ടുണ്ടെന്നുള്ളത് എന്റെ വീഡിയോയ്ക്ക് താഴെ ഒരു കമന്റ് ഒക്കെ ഇടുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.
ഓക്കെ, അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.